ഹായ് ഒരുപാട് ഇന്നെ കണ്ണാടിയൊക്കെ വെച്ചോണ്ടെന്നാണോ? ഇന്ന് നമുക്ക് വാലൻറ്റൈൻസ് ഡേ അല്ലേ. അപ്പോൾ ഇന്നാണ് ഈ കുറച്ച് വാലൻറ്റൈൻസ് ഡേയുടെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് ഓർത്താണ് ഞാൻ വന്നേക്കുന്നത്. ഈ കണ്ണാടി എനിക്ക് എൻ്റേതല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നലെ പിള്ളേർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇതെനിക്ക് വയ്ക്കാൻ അത്ര വലിയ സുഖകരമില്ല, അതുകൊണ്ട് ഞാനതൊക്കെ മാറ്റാം കേട്ടോ. ഈ വാലൻറ്റൈൻസ് ഡേനെ പറ്റി എന്നെ എത്രയ്ക്ക് പറയാനുള്ളതെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ശരിയാണ്, ഞാനും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്കൂൾ ടൈമിലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കോളേജിലൊക്കെ എത്തിയപ്പോഴാണ് വലിയ പ്രണയിനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ കൈമാറുന്നതൊക്കെ കണ്ടിരിക്കുന്നത്. നമ്മളന്ന് അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല എന്നാണേലും. പക്ഷേ ഇവിടെയൊക്കെ ചെറിയ ക്ലാസ് തൊട്ട് ഇപ്പോൾ എൻ്റെ മൂത്ത 2 പേരാണെങ്കിൽ അവർ സീനിയർ കിൻഡർ ഗാർഡനും ജൂനിയർ കിൻഡർ ഗാർഡനുമാണ്. ഞാൻ അവർക്ക് വാലൻറ്റൈൻസ് ഡേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ അവർക്ക് അങ്ങനെ ഗിഫ്റ്റൊന്നും വാങ്ങിച്ചു കൊടുത്തു വിടാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇളയ ആൾ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലൊരു 18-20 ഗിഫ്റ്റോളം, അവൻ്റെ ക്ലാസ്സിലാണെങ്കിൽ ആകെ 30 സ്റ്റുഡൻസേ ഉള്ളൂ, അതിൽ 20 ഗിഫ്റ്റോളം അവൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവൻ്റെ ക്ലാസ് റൂമിൻ്റെ ടീച്ചർ ഇങ്ങനെ ഇമേജസ് ഒക്കെ ഷെയർ ചെയ്യും അവരുടെ ക്ലാസ്സിലെ മൊമെൻറ്റ്സ്, ചില സ്പെഷ്യൽ മൊമെൻറ്റ്സ്. അപ്പോൾ അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും ഇങ്ങനെ റൗണ്ടിൽ എത്തിയേക്കുവാണ് ടീച്ചർ. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ കവറും കൊടുത്തിട്ടുണ്ട്. ആ കവറിൽ അപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവന്ന സ്റ്റുഡൻസിനെ ഇങ്ങനെ റൗണ്ടിൽ ടീച്ചർ വിട്ടിരിക്കുവാണ്, എന്നിട്ട് എല്ലാവർക്കും ഓരോന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഞാനത് കൊടുത്തു വിടാത്തതിൽ എനിക്കൊരു കുറ്റബോധം തോന്നി കേട്ടോ. എന്നാണെങ്കിലും ഞാനത് വൈകിട്ട് തന്നെ പോയി 2 പേർക്കുമുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഞാനത് എല്ലാം പാക്ക് ചെയ്തു. ഇതിനകത്ത് കാണിക്കാം കേട്ടോ, പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല, എന്നാണെങ്കിലും അത് നമ്മളെ ചെറിയ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് തന്നെ അവിടെ ടീച്ചർ അവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ്. ഇതൊക്കെയായിട്ട് ഇന്നലെ നമ്മുടെ ജൊഹാന് കിട്ടിയ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റുകൾ. ഇതിൽ കുറേ കാർഡുകളുണ്ട്, കുറച്ച് പിള്ളേർ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയത്, പിന്നെ കുറച്ച് ബൗൺസിങ് ബോൾസ് ഉണ്ട്, പിന്നെ ഒരു ടെഡി ബെയർ ഉണ്ട്, പിന്നെ കുറേ ഡീനോസേഴ്സിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കണ്ണാടിയായിട്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ വെച്ചിരുന്നത്. എന്താണെങ്കിലും അവൻ ഈ ഗിഫ്റ്റൊക്കെ കിട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു, കൊണ്ടുവന്ന് അവൻ ഭയങ്കര പ്രൗഡായിട്ടാണ് എല്ലാവരെയും കാണിച്ചത്. അത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ ചില ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാർഡ് മാത്രമേ ആയിരിക്കുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും കൂടെ അവർക്ക് ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി നമ്മൾ ചെറുപ്പത്തിലേ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൽ ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ എന്നുള്ളതിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കിട്ടുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇതൊക്കെയാട്ടോ നമ്മൾ ഇവർക്ക് കൊടുത്തു വിടാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഗിഫ്റ്റുകൾ. കുറേ ബൗൺസിങ് ബോൾസ് ഉണ്ട്, പിന്നെ മിനിയോൺസിൻ്റെ വാലൻറ്റൈൻ കാർഡുണ്ട്, പിന്നെ എറേസേഴ്സ്, പിന്നെ മൂത്ത ആൾക്ക് ഡിസ്നി പ്രിൻസസിൻ്റെ കാർഡ്, പിന്നെ അത് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള പ്ലേ ചെയ്യുന്ന ഒരു ഇത്, പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ള കവേഴ്സ്. ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഓരോരുത്തരും 2 പേരുടെയും ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് വീതമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 30 പിള്ളേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആകെ 60 പിള്ളേരുണ്ട് മൊത്തം 2 പേരുടെയും കൂടെ ക്ലാസ്സിലായിട്ട്. 60 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആകെ $30 ചിലവാക്കിയാലും നമ്മൾ ഈ ഗിഫ്റ്റ് ഇന്ന് പാക്ക് ചെയ്ത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാമേ. അവർ കൊണ്ടുപോകുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, പിന്നെ മൂത്ത ആളാണെങ്കിൽ എൻ്റെ കൂടുതൽ ഈ ഗിഫ്റ്റുകളെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ മൂത്ത ആൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കാർഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് അവൾ. അപ്പോൾ ചേച്ചി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അനിയനും പാക്ക് ചെയ്യണമെന്നും പറഞ്ഞ് അവന് പറ്റുന്ന രീതിയിൽ അവൻ ചെയ്യുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് അവൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഈ കാർഡിൽ ഞാൻ ഇതിൻ്റെ അകത്ത് നെയിം എഴുതുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ഞാൻ കാർഡിൽ എല്ലാത്തിലും ഇവളുടെ പേര് എഴുതി. അപ്പോൾ ഇതിനകത്ത് കുറച്ചെണ്ണം 30 എണ്ണം വേണമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് കൗണ്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ചിലതെണ്ണം എനിക്ക് കുറവുണ്ടായിരുന്നു, 2-3 എണ്ണം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടി ഞാൻ താഴേക്ക് പോകുന്നതായിരുന്നേ. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവള് തന്നെ അവളുടെ പേര് എഴുതിയിട്ട് അവൾ അതിൻ്റെ ആ കവറിൽ പുട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അവരുടെ ആ ഒരു താല്പര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ എനിക്കിതൊക്കെ ഒരു പുതിയ അറിവുകളായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോഴാണല്ലോ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാകുന്നത്. നാട്ടിലായിരുന്നെങ്കിൽ ശരി, നമ്മളിപ്പോൾ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ നമ്മളാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു വിടും, പിന്നെ സ്വീറ്റ്സ് അങ്ങനെയൊക്കെ കൊടുത്തു വിടും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും കൊടുത്തു വിടാൻ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള
ഫണ്ണായിട്ടുള്ളത് ചെറിയ ചെറിയ ഗിഫ്റ്റുകളായിട്ട് നമ്മളിങ്ങനെ ഇവരുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്. കുഞ്ഞു കുട്ടികൾക്കാട്ടോ ഇതിനോടൊക്കെ ഒരു താല്പര്യമുള്ളത്. കാരണം ഇവർ ഒരു ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ എസ്പെഷ്യലി കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിന് JK SK ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ വരെയാണ് മാക്സിമം ഇതൊക്കെ പിള്ളേർ എന്തുവാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ജോലി തിരക്കിൻ്റെ ഒക്കെ ഇടയ്ക്കുണ്ടല്ലോ, നമ്മൾ ഈ കുറച്ച് ടൈം ശരിയാണ് നമുക്കിത് പോയി ഒന്ന് വാങ്ങണം, ഒന്ന് ഓർഗനൈസ് ചെയ്യണം, ഒന്ന് പാക്ക് ചെയ്യാൻ കൂടണം. അപ്പോൾ ഈ പാക്ക് ചെയ്യാനൊക്കെ കൂട്ടുമ്പോഴുണ്ടല്ലോ അവരെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുവാണെങ്കിൽ അവർക്കത് വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും. കാരണം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു കാർഡാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്കതൊരു വലിയൊരു ഹാപ്പിനെസ് ആണത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിലൊക്കെ ഒരു വലിയൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഓരോരുത്തരും എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എന്നിരുന്നാൽ പോലും കൂടെ ഇതിനു വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ച്, വർഷത്തിന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആകെ 1-2 ഒക്കേഷൻസ് ആണ് ഇതിനു വേണ്ടി വരുന്നുള്ളൂ. ഒരു ക്രിസ്മസ് ഫ്രണ്ട് അല്ലെങ്കിൽ ന്യൂ ഇയർ ഫ്രണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വാലന്റൈൻസ് ഒക്കേഷൻ അതിനൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് പോയി വാങ്ങണം. അത് കഴിഞ്ഞ് ഇതൊന്ന് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഒരു എഫോർട്ട് കൂടുതലായിരിക്കും. കാരണം ഇവർ കറക്റ്റായിട്ടാണോ ചെയ്യണതെന്ന്. എന്നിരുന്നാൽ പോലും നമ്മൾ ചെറുതിലെ ഇവർക്കൊരു കഴിവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഷെയറിങ് ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ ഇവരിൽ വളർത്തുന്നത്. പിന്നെ ഞാനത് അവരുടെ കയ്യിൽ തന്നെ കേട്ടോ കൊടുത്തു വിട്ടു. അവർ ബസ്സിനാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ കൊണ്ടുപോകാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഗിഫ്റ്റുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് സെപ്പറേറ്റ് ചെയ്ത് 2 കവറുകളിലാക്കി 2 പേർക്കും വെച്ചു. രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോഴേക്കും അവർ സ്ട്രോളറിൻ്റെ അകത്തൊക്കെ അതെല്ലാം കയറ്റി ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുവാണ് കവറും പിടിച്ചുകൊണ്ട് ബസ് വരാൻ വേണ്ടിയിട്ട്. ഡേ കെയറിൽ വാലന്റൈൻസ് ഡേയുടെ സെലിബ്രേഷൻ്റെ ഒന്നും നേരത്തെ കണ്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ അവന് വാങ്ങിയില്ലായിരുന്നേ. പക്ഷേ ഇന്നലെ വൈകിട്ടാണ് അവന് സ്കൂളിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വന്നത്. പിന്നെ ഞാൻ പോയി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്തതേ അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണേ. അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവൻ്റെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഒന്നും കൂടെ. അപ്പോൾ ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസ് കാണാനും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ഇത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.